Hi friends, welcome to Darling Gadgets. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ പോകാറുണ്ട്, ടൂറ് അങ്ങനെ ഇതിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഉപകാരപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിരിക്കും. അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ സഹായിക്കും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ഈ അടുത്ത് റിലീസായൊരു ആപ്ലിക്കേഷനാണ്. അടുത്തെന്ന് പറയുമ്പോൾ 2014 ഇപ്പോൾ ആദ്യയോടെ റിലീസായൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ട്രൈറ്റ് ഓപ്ഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ. ഞാനിപ്പോൾ അത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഒരു എല്ലാ ഓപ്ഷൻ ഉണ്ടാവും, അത് എല്ലോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും. ന്യൂയോർക്ക് സിറ്റി, ലണ്ടൻ, ഇതിലാ പോവുക, അങ്ങനെ ഒരു സ്ഥലം വീണ ഞാനൊരു കുറേ സ്ഥലത്തിൻ്റെ കുറച്ച് ബോർഡറും ബാനർ ഐറ്റംസൊക്കെയാണ്. പിന്നെ സെറ്റിങ്സിലൊന്നുമില്ല. നമ്മുടെ ജിമെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ട്രിപ്പ് പോകേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഇവിടെ വേറെ ഒരു എന്നുള്ള ട്രിപ്പിൻ്റെ സ്ഥലം ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാണ് മൂന്നാർ. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എല്ലാ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റിസർവേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എവിടെയെങ്കിലും റിസർവേഷൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും. തിങ്ക് ടു ഡു പിന്നെ തിങ്ക് ടു ഡു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകേണ്ടതെന്ന് ഉള്ള അവിടെ എന്തൊക്കെ സ്ഥലങ്ങളുടെ കുറച്ച് ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് തന്നെ ആലോചിച്ച് എവിടെ ട്രിപ്പൊക്കെ പോകണമെന്ന് അറിയാൻ പറ്റും. ഇവിടെ കുറേ സ്ഥലങ്ങളുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രവിത് അമ്മ ടെമ്പിൾ, മൂന്നാർ അഡ്വൈസ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. ഇൻഡോഴ്സ് ക്ലിക്ക് ചെയ്താൽ മൗണ്ടൻ കാർമിൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാണ്, മൂന്നാർ സെൻച്വറി. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അത് ഡിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്യാം, എത്ര ദൂരം ഉണ്ടെന്ന്, കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ അറിയാനൊക്കെ പറ്റും. ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ക്രിയേറ്റ് ട്രിപ്പ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാർ അതിൻ്റെ ട്രിപ്പിൻ്റെ ഇത് ഡേറ്റ് ഒക്കെ കൊടുക്കാം. നിങ്ങളിവിടെ എന്നിട്ട് ആഡ് ഡിസൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഡൺ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേവ്ഡ് പ്ലേസ് സേവ് ചെയ്യാം. നമുക്ക് കുറച്ച് പ്ലേസ് ഒക്കെ അവിടെ നിന്ന് സേവ് ചെയ്യാം. തിങ്ക് ടു ഡു ചെന്നിട്ട് സേവ് എന്ന് പറയുന്നുണ്ടാവും, അവിടെ ഇവിടെ സേവ് ചെയ്യും. പിന്നെ ഡേ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്താണ് ആ സ്ഥലത്ത് ചെയ്യേണ്ടത് ആ ഒരു ദിവസത്തിൽ. ഇപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് ഒരു നല്ലൊരു സ്ഥലമാണ്. ഞാൻ പോയിട്ടുണ്ട്, മൂന്നാർ ട്രിപ്പ് അടിപൊളിയാണ്. അവിടെ നല്ല നമ്മുടെ ആട് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ നമുക്കവിടെ അത് ഇങ്ങനെ ആഡ് ചെയ്യാം. ഓപ്പൺ യൂണിറ്റ് എന്നുള്ളത് 4 PM ഇരവികുളം നാഷണൽ പാർക്ക് 4 PM ഓപ്പൺ ആവും. നമുക്കിവിടുന്ന് പ്ലസ് ബട്ടൺ ഉണ്ട്. നമുക്കത് പ്ലസ് ബട്ടൺ ഫുൾ ഡേ നമുക്ക് എവിടെയൊക്കെ പോകണമെന്നുള്ള ഡീറ്റെയിൽ ആണ്. ഇത്ര സ്ഥലമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് പോയി തീർക്കാനൊക്കെ പറ്റും നിങ്ങൾ ട്രൈ ചെയ്താൽ. ടൈമൊക്കെ ഗൂഗിൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ ഉള്ളത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ, പിന്നെ നമ്മുടെ റൂമിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. റൂമിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. കുറേ സാധനങ്ങളുടെ ഇതൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ഫുഡിൻ്റെ ഇവിടെയാണ് കാണിച്ചതാണ്. നമ്മുടെ മൂന്നാർ ഫുഡ്, നമ്മുടെ നാടൻ ഫുഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. റെസിപ്പി റെസ്റ്റോറൻറ്റ്, അങ്ങനെ റെസ്റ്റോറൻറ്റ് കുറച്ച് കോഫി അങ്ങനെ ഡീറ്റെയിൽസ്, കുറച്ച് വേറെ ഡീറ്റെയിലും. പിന്നെ ക്രിയേറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രിപ്പിൻ്റെ ഡേറ്റ് ആദ്യം ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ മെയ് 31 ആക്കാണ്. എന്നിട്ട് ഫ്രൈഡേ മെയ് 31 ഫ്രൈഡേ ആണ്. നോക്കട്ടെ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെസ്റ്റിനേഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം. ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾ ട്രിപ്പിന് പോകാൻ നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ. ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത്. ഇപ്പം ഞാനിവിടെ നിന്ന് മൂന്നാർ പോകണേ. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി തരും. ഓക്കെ, ഇങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ.
അപ്പോൾ ഡൗൺലോഡ് മൂന്നാർ പറഞ്ഞിട്ട് എന്നിട്ട് ഓക്കെ കൊടുക്കുക. മൂന്നാറിൻ്റെ ഡീറ്റെയിൽ മൊത്തം ഇവർ ഡൗൺലോഡ് ചെയ്യും. ഫുൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് തരും. ഇപ്പോൾ 2% അങ്ങനെ 100%. അങ്ങനെ നമുക്ക് ട്രിപ്പ് ഫുള്ള് പ്ലാൻ ചെയ്യാം, ഫുൾ എൻജോയ് ചെയ്യാം. നമുക്ക് ട്രിപ്പ് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാനിത് യൂസ് ചെയ്തിരുന്നു. ഇത് ഞാൻ ഗോവയിൽ പോയപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ ഞാനിത് യൂസ് ചെയ്തിരുന്നു. ഈ ആപ്ലിക്കേഷൻ ഡെസ്റ്റിനേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഫോണിൽ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഒരു 8-6 ആപ്ലിക്കേഷനാണ്. നമുക്ക് റൂട്ടൊക്കെ കറക്റ്റ് പക്ക കാണിച്ചു തരും. നമ്മുടെ എവിടെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഫുഡിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മുടെ ഗൂഗിൾ തന്നെയാണ് എല്ലാം നോക്കുന്നത്. നമുക്ക് 50% 100% ഓഫേഴ്സ്, അതായത് ഡിസ്കൗണ്ട് കിട്ടും. കുറേ കാര്യങ്ങൾ അതുവഴി കിട്ടും. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ആപ്ലിക്കേഷൻ. ട്രിപ്പ് പോണവർക്ക് അടിപൊളിയാണ്. എന്നാലും വെക്കേഷനൊക്കെ കഴിയാറായി. ട്രിപ്പൊക്കെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോവാം, എൻജോയ് ചെയ്യാം. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ നോക്കും. ബൈ ബൈ. ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.